ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എൻ്റെ ശംഖുപുഷ്പം. ഈ ശംഖുപുഷ്പത്തിൻ്റെ ഒരു ടിപ്പുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എൻ്റെ മുറ്റത്ത് കുറേ ഉണ്ടായിരുന്നു. ഇത് വെറും ഒരു ശംഖുപുഷ്പമല്ല കൂട്ടുകാരെ. കൂട്ടുകാരെ, നമ്മുടെ ആരോഗ്യപരമായി പല ഗുണങ്ങൾ നൽകുന്ന ഒരു പൂവാണിത്. ഇത് ശരീരത്തിൻ്റെ കൊഴുപ്പിനെ അകറ്റാനും തലച്ചോറിൻ്റെ ആരോഗ്യത്തിനും കണ്ണിൻ്റെ ആരോഗ്യത്തിനും എല്ലാം അങ്ങനെ ഒരുപാട് ഗുണങ്ങളുള്ള ഒരു പുഷ്പമാണ് ഈ ശംഖുപുഷ്പം. ഇത് പുഷ്പത്തിനുമായി നീലശംഖുപുഷ്പത്തിൻ്റെ പൂ മാത്രമല്ല, ഇതിൻ്റെ ഇലയും ഏറെ ഗുണം ചെയ്യും. നീല ശംഖുപുഷ്പം ഇട്ട് വെള്ളം തിളപ്പിച്ച് പതിവായി രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് കുടിക്കുന്നത് നല്ലതാണ്. ഒരു 2-3 ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഒരു 3-4 ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച് അത് തിളപ്പിക്കണം. അതിൻ്റെ ഇതിറങ്ങണം. ചിലർ പറയും ചൂടാക്കിയാൽ മതി. ചൂടാക്കുമല്ല, ഇത് നല്ലതായിട്ട് വെട്ടി തിളച്ച് ഇതിൻ്റെ ഇതെല്ലാം ഇറങ്ങണം. നീല കളറാകും വെള്ളത്തിന്. അങ്ങനെ ആ വെള്ളം രാവിലെയും വൈകിട്ടും ഓരോ ഗ്ലാസ് കുടിക്കുന്നത് ഏറ്റവും നല്ലതാണ്. കൂട്ടുകാരെ, ഞാൻ ഈ നീല ശംഖുപുഷ്പം വെള്ളം തിളപ്പിക്കാൻ പോവുകയാണ്. ഇതാ കൂട്ടുകാരെ ഗ്ലാസ്സിൻ്റെ വലിപ്പം കണ്ടോ? ഇതിനൊരു 3 ഗ്ലാസ് ഉണ്ടോ? ഇതേലെ ഇങ്ങനെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ചൂടാക്കുക. എന്നിട്ട് ഈ ശംഖുപുഷ്പം നമുക്ക് ഇതിനകത്തോട്ട് ഇടാം. വെള്ളം തിളപ്പിക്കാൻ അകത്തോട്ടിട്ട് കൊടുക്കാം. കൂട്ടുകാരെ, ഈ ശംഖുപുഷ്പം നല്ലതായിട്ട് വെട്ടി തിളയ്ക്കണം. കൂട്ടുകാരെ, ആ ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത്. കണ്ടോ? നല്ല കളറായിട്ടുണ്ട്. നല്ലതായിട്ട് തിളച്ചിത് ആ വെള്ളം ഒരുമാതിരി നല്ല കളറായി വന്നിട്ടുണ്ട്. ഇത് ഞാനിപ്പം ഗ്യാസ് ഓഫ് ചെയ്യാൻ പോവുകയാണ്. കൂട്ടുകാരെ, ഇതാണ് ഞാൻ നീല ശംഖുപുഷ്പം ഇട്ട് തിളപ്പിച്ച വെള്ളമാണിത്. ഇത് രാവിലെ 1 ഗ്ലാസ്, വൈകിട്ട് 1 ഗ്ലാസ്. രാവിലെ വെറും വയറ്റിൽ കുടിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആരോഗ്യപരമായി പല ഗുണങ്ങളും നൽകുന്ന ഒരു പൂവാണ് കൂട്ടുകാരെ ഈ നീല ശംഖുപുഷ്പം. ഇത് നമ്മുടെ ശരീരത്തിനെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും നല്ല ഒരു ഔഷധ പൂവാണിത്. കൂട്ടുകാരെ, എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ. ടാറ്റാ. അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നത് വരെ ഓക്കെ, ബൈ.